أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. മഹാന്മാരായ മുഗ്നരായ ദീനിന്റെ നായകന്മാരായ സാദാത്യങ്ങളെ, ഇങ്ങനെ പ്രധാനപ്പെട്ടവരും മഹാന്മാരും ഞങ്ങളുടെയൊക്കെ വഴികാട്ടികളും മഹാനേതാക്കളുമായ ബഹുമാനപ്പെട്ട ദീനിന്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നായകന്മാരായ മഹാന്മാരായ ആലിമീങ്ങളും ഉസ്താദുമാർ, സ്നേഹനിധികളായ സഹപ്രവർത്തകരെ, യുവ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാമെ ഒരുമിച്ചുകൂടിയത് സ്വാലിഹായ അമലായി കബൂലാക്കട്ടെ. അല്ലാഹുവിന്റെ മുത്തഖീങ്ങളായ ദാസന്മാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തട്ടെ. നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അല്ലാഹു അവന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. ദീനിന്റെ അഅദാ ആണെന്ന് തിരിച്ചറിയാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. അഅദാഇനെ അഅദാ ആയും നസ്റാഇനെ നസ്റാ ആയും തിരിച്ചറിയാനുള്ള ഒരു തൗഫീഖ്, ആ ഒരു മീസത്ത് അല്ലാഹു നമുക്ക് പ്രത്യേകമായി നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന് വിജയം നൽകട്ടെ. കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, എപ്പോഴും സംസാരിക്കുകയും എപ്പോഴും ചിരിക്കുകയും എപ്പോഴും പിതൃതുല്യനായി നമ്മയൊക്കെ ഒരു പിതാവിന്റെ വാത്സല്യത്തോട് ഉപദേശിക്കുകയും ചെയ്തിരുന്ന നമ്മുടെ മഹാനായ പിതാവ് ഞങ്ങളിൽ തങ്ങൾ പാപ്പാസ് അള്ളാഹു തല പുറത്തു കൊടുക്കട്ടെ. ഒരു തുഹ്റവിയായ ദർജകൾ അള്ളാഹു തല ഏറ്റിക്കൊടുക്കട്ടെ. ഒരു തുഹ്റവിയായ ദർജകൾ അള്ളാഹു തല ഏറ്റിക്കൊടുക്കട്ടെ. ഒരു തുഹ്റവിയായ ദർജകൾ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. ഈ വിശാലമായ മുറ്റത്ത് ഒരു പാണ്ഡിത്യത്തിന്റെ അഹങ്കാരമില്ലാതെ വിനയത്തോടെ നടന്നുപോയി ഒരു ഉമ്മത്തിന് ദിശാബോധം നൽകിയ മഹാവിജ്ഞാനത്തിന്റെ ഉടമയായിരുന്ന ബഹുമാനപ്പെട്ട കെ കെ അബ്ദുള്ള മുസ്ലിയാർ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഉഹ്റവിയായ ദർജകൾ അള്ളാഹു കൊടുക്കട്ടെ. സകല സൗഭാഗ്യങ്ങളും അള്ളാഹു അവിടുത്തെ ഖബറിലേക്ക് തന്നു കൊടുക്കട്ടെ. മഹാപണ്ഡിതനും ശാസ്ത്രജ്ഞനും ചിന്തകനും ബഹുഭാഷാ നിപുണനും സമസ്തയുടെ ഏറ്റവും തലയെടുപ്പുള്ള മഹാനുമായിരുന്ന കോട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാർ നമ്മുടെ കൂടെ ഇല്ല. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അല്ലാഹു റഹ്മത്ത് നൽകട്ടെ. അല്ലാഹുവിന്റെ ഫിർദൗസിന്റെ വാതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കട്ടെ. ഇങ്ങനെ ദിവസം വരാൻ വേണ്ടി വളരെ കൊതിച്ച് പണിയെടുത്തിരുന്ന നമ്മുടെ ഒരു കൊച്ചനുജൻ ഇസാസിൽ മരണപ്പെട്ടവരുടെ ജനാസ ഇസാസിൽ ചികിത്സിച്ചു. ആ കുട്ടിക്ക് അല്ലാഹു തആല അവന്റെ പരലോകത്ത് ഉന്നതമായ ദർജ കൊടുക്കട്ടെ. ആ കുട്ടിക്ക് അല്ലാഹു തആല സമ്പൂർണ്ണ മഗ്ഫിറത്ത് നൽകട്ടെ. എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല മഗ്ഫിറത്ത് ചെയ്യട്ടെ. മഗ്ഫിറത്ത് ചെയ്യട്ടെ. ഇത് മുഴുവൻ വിജ്ഞാനത്തിനും സമർപ്പണത്തിനും സമർപ്പിച്ച് അവസാനം കനൽ പോലെ ഒരിഞ്ഞടങ്ങിയ ജീവിതം നമുക്ക് മുന്നിൽ ഇത്ര ക്ഷണികവും നിസ്സാരമാണ് എന്ന് തോന്നിപ്പിച്ച ഓർമ്മപ്പെടുത്തിയ ആ മഹാനായ പണ്ഡിത വിദ്യാർത്ഥിക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അവരൊക്കെ തെളിയിച്ചു തന്ന അർപ്പണത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, നല്ലത് പറയാനും നല്ലത് ചിന്തിക്കാനും അതിന് കാരണമാകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, സമസ്ത ഫിത്രത്തിന്റെ പാത എന്നതാണ് വിഷയം.
അൽ ഫിത്രത്തു അദ്ദീനുൽ ഖാലിസു എന്ന ഫത്ഹുൽ ബാരി. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര എന്ന ഹദീസിന്റെ വ്യാഖ്യാനം ഖിൽഖത്തുൽ മുബ്തദിഅ അദ്ദീനുൽ ഖാലിസ് എന്ന ഫത്ഹുൽ ബാരി ഹാഫിദ് ഇബ്നു അസ്ഖലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശുദ്ധ മാനവ പ്രകൃതിക്കാണ് ഫിത്രത്ത് എന്ന് പറയുന്നത്. അതായത് യാഥാസ്ഥികത്വം എന്ന് വേണമെങ്കിൽ പറയാം. യഥാവിധി ജീവിക്കുക, ശുദ്ധമായ ഒരു സജീദായ ജീവിതമുണ്ടാവുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദ്ദിദു വഖാരിബു എന്ന് പറഞ്ഞു. സദ്ദിദു നേരെയാക്കുകയും ജീവിക്കുകയും, അതാണ് ഫിത്രത്തിന്റെ പാഠം. വഖാരിബു ഒരു മധ്യമായ അമലും ചെയ്യുക. ഫഇന്നഹു ലൻ യൻജു അഹദുക്കും ബിഅമലിഹി എന്ന് മുസ്തഫ നബി പറഞ്ഞു. ബാബുൽ ഇഖ്തിസാദി ഫിൽ അമൽ എന്ന അധ്യായത്തിൽ ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിം കൊടുത്തിട്ടുണ്ട്. അമലിൽ മധ്യനില സ്വീകരിക്കുക എന്ന താല്പര്യം. വല്ലാതെ കൂട്ടുകയും വേണ്ട, കുറക്കുകയും വേണ്ട. എന്തുകൊണ്ട് മുസ്തഫ നബി പറഞ്ഞു ഫഇന്നഹു ലൻ യൻജു അഹദുക്കും ബിഅമലിഹി, ഒരാളും സ്വന്തം അമലിന്റെ ഗർവ് കൊണ്ടൊന്നും